കേരള രാഷ്ട്രീയത്തിൽ അജയനെന്ന് കരുതപ്പെടുന്ന പിണറായി വിജയൻ എന്ന പടക്കുതിരയ്ക്ക് ഇപ്പോൾ കാലിടർന്നുണ്ടോ? ഷാഫി പറമ്പിൽ എന്ന പേര് കേൾക്കുമ്പോൾ AKG സെന്ററിൽ ഭയത്തിന്റെ നിഴൽ വീഴുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതേ എന്ന് തന്നെയാണ് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ പറഞ്ഞു തരുന്നത്. വെറുമൊരു മാഷാ അള്ളാ സ്റ്റിക്കർ വിവാദമുയർത്തി ഷാഫിയെ ഒതുക്കാമെന്ന് കരുതിയ സൈബർ സഖാക്കൾക്ക് തെറ്റിക്കഴിഞ്ഞു. വടകരയിൽ ശൈലജ ടീച്ചർ എന്ന വൻമരത്തെ വീഴ്ത്തി ഷാഫി തെളിയിച്ചത് പിണറായി വിജയന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി താൻ വളർന്നു കഴിഞ്ഞു എന്നാണ്. പിണറായിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് ശൈലജ ടീച്ചർ എന്ന് ഉത്തരം പറഞ്ഞിരുന്ന ഒരു ജനതയെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന്റെ കരുത്തിൽ അമ്പരപ്പിച്ച ഷാഫിയുടെ പോരാട്ട വീര്യം ഇപ്പോൾ ധർമ്മടത്തിന്റെ മണ്ണിലേക്ക് നീങ്ങുകയാണ്. മെട്രോമാൻ ശ്രീധരനെ അണിനിരത്തി പാലക്കാട് പിടിക്കാൻ വന്ന BJPയെ മുട്ടുകുത്തിച്ച ഷാഫി ധർമ്മടത്തിറങ്ങിയാൽ അത് പിണറായി വിജയന്റെ രാഷ്ട്രീയ അന്ത്യത്തിന്റെ തുടക്കമാകുമെന്ന് CPM ഭയപ്പെടുന്നു. മുഖ്യമന്ത്രിക്ക് നേരെ വെല്ലുവിളി ഉയരുമ്പോൾ തന്നെ മറുവശത്ത് പിണറായിയുടെ വിശ്വസ്തനും മരുമകനുമായ മന്ത്രി മുഹമ്മദ് റിയാസിനെ ബേപ്പൂരിൽ പൂട്ടാൻ PV അൻവർ ഇറങ്ങിക്കഴിഞ്ഞു. വെറുതെ കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാണെന്ന് അൻവർ പരിഹസിക്കുമ്പോഴും ബേപ്പൂരിലെ ഓരോ ചുവടുവെപ്പും റിയാസിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ളതാണ്. UDFന്റെ നിശബ്ദ പിന്തുണയോടെ അൻവർ നടത്തുന്ന ഈ പടയോട്ടം പിണറായി സത്തിന് അന്ത്യം കുറിക്കാനുള്ള കൃത്യമായ മാസ്റ്റർ പ്ലാനാണ്. വടകരയും പാലക്കാടും കൈവിട്ടുപോയ പിണറായിക്ക് ഇപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന രാഷ്ട്രീയ പിൻഗാമിയെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. എന്നാൽ ഈ നീക്കങ്ങളെ തടയാൻ മുഖ്യമന്ത്രി ആവിഷ്കരിച്ച ദുബായ് കേന്ദ്രീകരിച്ചുള്ള രഹസ്യ പദ്ധതികൾ പോലും ഇപ്പോൾ ചീട്ടുകൊട്ടാരം പോലെ തകരുകയാണ്. ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റി UDFനെ തകർക്കാം എന്നതായിരുന്നു പിണറായിയുടെ അവസാനത്തെ അടവ്. തരൂരിനെ LDF പക്ഷത്തേക്ക് ചായ്ക്കാൻ നടത്തിയ നീക്കങ്ങൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തതാണ്. എന്നാൽ ആ സ്വപ്നങ്ങൾക്കും മോഹങ്ങൾക്കും മുകളിലേക്കാണ് പ്രിയങ്ക ഗാന്ധി എന്ന ഇടുത്തി വയനാട്ടിൽ വന്നിറങ്ങിയത്. പ്രിയങ്കയുടെ വരവോടെ കോൺഗ്രസിനുള്ളിലെ എല്ലാ തർക്കങ്ങളും അവസാനിക്കുകയും പ്രവർത്തകർക്കിടയിൽ ഒരു പുത്തൻ ആവേശം അലയടിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. തരൂരിന്റെ കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധി എടുത്ത ഉറച്ച നിലപാട് CPMന്റെ എല്ലാ ഗൂഢാലോചനകളെയും തകർത്തു തരിപ്പണമാക്കിയെന്ന് തന്നെ പറയാം. ഈ മഹാതന്ത്രത്തിന്റെ പിന്നിലെ ബുദ്ധികേന്ദ്രം KC വേണുഗോപാലിന്റേതാണെന്ന് പരസ്യമായ രഹസ്യമാണ്. ഒരു വശത്ത് ഷാഫി പറമ്പിലിനെ ധർമ്മടത്തിറക്കി മുഖ്യമന്ത്രിയെ നേരിടുക, മറുവശത്ത് പ്രിയങ്കയെ കേരളത്തിൽ തമ്പടിപ്പിച്ച് ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുക. ഈ ഇരട്ട പ്രഹരത്തിനു മുന്നിൽ പിണറായി വിജയൻ നിസ്സഹായനാവുകയാണ്. തന്റെ ഏറ്റവും വലിയ ശക്തിയായ ജനകീയ മുഖം നഷ്ടപ്പെട്ട ശൈലജ ടീച്ചർക്ക് പോലും ഷാഫിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്ന ധർമ്മടത്ത് പിണറായി വിജയന്റെ അവസ്ഥ എന്താകും? ഷാഫിയെ പേടിച്ച് പിണറായി എന്ന് പറയുന്നത് കേവലം ഒരു വാചകമല്ല, മറിച്ച് അടിത്തറയിളകിയ ഒരു പാർട്ടിയുടെ ഭയമാണ്. ഷാഫിയിലൂടെയും പ്രിയങ്കയിലൂടെയും കേരളം പിടിക്കാൻ UDF ഒരുക്കുന്ന ഈ രാഷ്ട്രീയ വിപ്ലവം പിണറായി വിജയന്റെ ചക്രവർത്തി പദവിക്ക് അന്ത്യം കുറിക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.